ഹായ്, ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മളെല്ലാവരും ഡെയിലി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആപ്സും വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നതല്ലേ? ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ പുറകിൽ നടക്കണേ? ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് അത് യൂസ് ചെയ്യുക മാത്രമേ ചെയ്യണേ. സോ ഇന്നു മുതൽ നിങ്ങൾ അത് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ഇതെങ്ങനെയായിരിക്കും ബിൽഡ് ചെയ്തേ, ഇതെങ്ങനെയായിരിക്കും ഇങ്ങനെ ഇതിനകത്തുള്ള ലോജിക്കും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യണേ. ഇന്നു മുതൽ ജസ്റ്റ് അതൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ പോലെ ഹെവി കോഡിംഗ് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. യെസ്, എല്ലാം ഉണ്ട്. പക്ഷേ ഏതൊരു ഡെവലപ്പർ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്തത് സീറോ എന്നായിരിക്കും. അപ്പോൾ നിങ്ങളെ കൊണ്ടൊരിക്കലും പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അറ്റ് എ ഫേസ് സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്തായിരിക്കും ഈ കോഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എല്ലാ ടാസ്കും, എന്ത് ടാസ്ക് ചെയ്യണമെങ്കിലും, ഈവൻ ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ പോലും അതിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യുന്നു, അത് ചെയ്യണം. ഈവൻ കോഡിങ് അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക മാത്രമാണ്. അതിനകത്ത് നമ്മൾ ഓരോ പ്രോബ്ലവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫേവറേറ്റ് വെബ്സൈറ്റ് എടുത്തോ. ഈവൻ നെറ്റ്ഫ്ലിക്സ് നമുക്ക് എടുക്കാം. നെറ്റ്ഫ്ലിക്സ് നോക്കുമ്പം അതിനകത്ത് നമുക്ക് കുറേ മൂവീസ് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് കാണിക്കും, മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, നമുക്ക് വിഷ്വലി കാണാൻ പറ്റണില്ലേ? ആ വിഷ്വലി കാണാൻ പറ്റുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് വിളിക്കും. നമുക്ക് ഏതൊക്കെ വെബ്സൈറ്റ് എടുത്താലും അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അത് ഫ്രണ്ട് എൻഡ് പാർട്ടിൽ വരും. അതുപോലെ തന്നെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനകത്ത് ത്രില്ലർ മൂവീസ് ഉണ്ട്, ഹൊറർ മൂവീസ് ഉണ്ട്. അങ്ങനെ ഓരോ മൂവീസിനെ നമുക്കിങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ലേ? അവിടെ ഒരു ലോജിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ ബാക്ക് എൻഡും മറ്റു കാര്യങ്ങളും. ഈവൻ നമ്മൾ ലോഗിൻ ചെയ്തില്ലേ പല വെബ്സൈറ്റുകളിലും, അപ്പോൾ ഈ ലോഗിൻ്റെ കാര്യങ്ങളും നമ്മുടെ ക്രെഡൻഷ്യൽസും അതുപോലെ തന്നെ അതിനുള്ള ലോജിക്കും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യണ ഒരു സ്ഥലമാണ് ബാക്ക് എൻഡ്. അപ്പം ഫ്രണ്ട് എൻഡ് പാർട്ടും കഴിഞ്ഞു, ബാക്ക് എൻഡ് പാർട്ടും കഴിഞ്ഞു. ഈവൻ നമ്മളെല്ലാം ലോഗിൻ ചെയ്യണു, ഈവൻ നെറ്റ്ഫ്ലിക്സിൽ കൂടെ ഫിലിംസ് കാണുന്നു. ഈ ഫിലിമും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റാസും എല്ലാം കൂടെ എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കണം? ആ ഒരു സ്റ്റോർ ചെയ്യണ ഒരു സ്ഥലമാണ് നമ്മുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഡേറ്റാബേസ് ഇതെല്ലാം കൂടി ചേർന്ന ഒരു വെബ്സൈറ്റിനെ നമ്മൾ ഫുൾ സ്റ്റാക്ക് വെബ്സൈറ്റ് എന്ന് വിളിക്കും. അപ്പം എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്? നമുക്കിത് ബിൽഡ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെക്നോളജീസ് കാണും. നമ്മൾ പഠിക്കാൻ പോകുന്നത് മേൺ എന്താണ്, മേൺ വെച്ചിട്ട് എങ്ങനെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, ബാക്ക് എൻഡ് ഡെവലപ്പർ, ഇതൊക്കെ എങ്ങനെ ആവാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണേ. വേണമെന്ന് വെച്ച് പേര് കേട്ടിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു പാർട്ട് നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്ന, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് എടുത്ത് നമ്മൾ വിഷ്വലി കാണില്ലേ, അതിലായിരിക്കും R എന്ന് പറയുന്നത് റിയാക്ട് വരണേ. പിന്നെ എക്സ്പ്രസ്സും നോഡും ഇയും എന്നും വരുന്നത് ബാക്ക് എൻഡ് ലോജിക്കും മറ്റു കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാനൊരു സ്ഥലം വേണ്ടേ, അതിനാണ് നമ്മുടെ MongoDB വരുന്നത്. അപ്പോൾ ടുഗദർ നമ്മളിതിനെ മേൺ എന്ന് കോൾ ചെയ്യും. ഇപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കുകയൊന്നും വേണ്ട, ഇപ്പം ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. ഫ്രണ്ട് എൻഡും കാണും, ബാക്ക് എൻഡും കാണും, ഡേറ്റാബേസും കാണും. അപ്പോൾ നമ്മൾ അടുത്തതിലോട്ട് നോക്കുമ്പോൾ ഈവൻ ഈ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു പ്രോപ്പർ സ്ട്രക്ചർ വേണം എല്ലാ കാര്യത്തിലും. ഈവൻ നമ്മുടെ ഹ്യൂമൻ ബീഡ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓർഗൻസും ബ്രെയിൻസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു സ്കെലിട്ടൺ ഇല്ലേ, നമുക്ക് നല്ലൊരു സ്ട്രക്ചർ തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാം ബേസിക് സ്കെലിട്ടൺ ആയിരിക്കും നമ്മുടെ HTML. ആ സ്കെലിട്ടനെ നമ്മൾ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നല്ലൊരു ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ ഇത്രയും ഇങ്ങനെയൊക്കെ ഞാൻ ബിൽഡ് ചെയ്തു എന്ന് കാണിക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ കോഡിങ് ഒരിക്കലും ബോറിംഗ് ആയിട്ട് വരത്തില്ല. കോഡിങ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടേ വരത്തുള്ളൂ. നമ്മളിവിടെ എങ്ങനെ പഠിക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഈ ബേസിക്സ് പഠിക്കും. HTML, CSSും ബേസിക്സ് എല്ലാം പഠിച്ചിട്ട് ഇതിനകത്ത് കുഞ്ഞു ലോജിക്സും കാര്യങ്ങളെല്ലാം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എങ്ങനെയായിരിക്കും ഈ ലോജിക്കും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണത്. പിന്നെ നമ്മൾ പഠിക്കും ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈവൻ നമ്മുടെ മേണിൽ ഫുള്ള് ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും. നമ്മുടെ കോർ ലാംഗ്വേജ് എപ്പോഴും ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും നമ്മുടെ മേണിൽ ഫുള്ള്. ഇപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ലാംഗ്വേജാണ്. ഈവൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് യൂസ് ചെയ്യണില്ലേ. ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂണിവേഴ്സലായിട്ട് കുറേ ആൾക്കാർ യൂസ് ചെയ്യണില്ലേ. HTMLനും CSSനും പറയുന്ന പോലെ തിങ്ക് ചെയ്യാനുള്ളൊരു കഴിവില്ല. ആ കഴിവില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ലോജിക്കലായിട്ട് ജാവാസ്ക്രിപ്റ്റ് വരും. ജാവാസ്ക്രിപ്റ്റാണ് നമ്മുടെ മേണിൻ്റെ ഏറ്റവും ബേസ്. ഇപ്പം നമുക്ക് ഫ്രണ്ട് എൻഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും ബാക്ക് എൻഡിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈവൻ ഡേറ്റാബേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഫ്രണ്ട് എൻഡിൽ ഒരു ലാംഗ്വേജ്, ബാക്ക് എൻഡിൽ വേറെ ലാംഗ്വേജ്, ഡേറ്റാബേസിൽ ഒരെണ്ണം, അങ്ങനെയില്ല. അതുകൊണ്ടാണ് മേൺ
ഇത്ര പോപ്പുലറും ഈസിയും ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇത് കാണുമ്പം ഒന്നും അറിയാണ്ട് നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നില്ലേ ഡോക് ടൈപ്പ് HTML, ഇത് നമ്മൾ വെബ് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കുക നമ്മൾ HTML ഫയലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമതൊരു HTML ടാഗ് കിടപ്പുണ്ട്. ഈ HTML ടാഗിന് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്, ഇവിടെ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് കാണിച്ചു. പിന്നെ നമുക്ക് രണ്ട് പാർട്ട് കാണാം, ഹെഡ് പാർട്ടും കാണും ബോഡി പാർട്ട് കാണും. ഈ ബോഡി പാർട്ടിൽ നമ്മൾ എന്ത് കണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നോ അത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ബ്ലാങ്ക് പേജിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. നമ്മൾ എന്താണോ ഈ ഹെഡിൽ എഴുതണേ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കില്ല. അപ്പോൾ എന്തിനാ ഈ ഹെഡ് പാർട്ട് എന്നൊരു ഡൗട്ട് വരാം. ഇതിനകത്ത് ഈ മെറ്റാ കാർ സെറ്റ് എന്ന് കാണണം. നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് ബൈനറി ലാംഗ്വേജ് അല്ലേ, സീറോസും വൺസും. അപ്പോൾ നമ്മൾ അതിനോട് പറഞ്ഞു കൊടുക്കുക ഇത് കൺവേർട്ട് ചെയ്ത് വരണം. നമ്മളിവിടെ ഇംഗ്ലീഷാണ് ടൈപ്പ് ചെയ്യേണ്ടത്, ബ്രൗസറിൽ എത്തുമ്പോൾ അത് സീറോസും വൺസായി കൺവേർട്ട് ചെയ്തിട്ട് അവിടെ നിന്നൊരു ട്രാൻസ്ലേഷൻ നടന്ന് എന്താണോ സ്ക്രീനിൽ കാണിക്കേണ്ടത് ആ ഒരു രീതിയിൽ വരണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു വ്യൂ പോർട്ട് എന്ന് കാരണം, ഇപ്പോൾ ഓരോ ടാബ്സ് ആയിരിക്കാം ലാപ്ടോപ്സ് ആയിരിക്കാം ഡിഫറെൻറ്റ് സൈസിലല്ലേ, ആ സൈസിലെല്ലാം അഡ്ജസ്റ്റായി നിൽക്കണം എന്ന് നമ്മളൊരു വ്യൂ പോർട്ട്, ഒരു വ്യൂ വിഡ്ത്ത് പറഞ്ഞു കൊടുക്കുക ചെയ്യണം. പിന്നുള്ളൊരു കാര്യമാണ് ടൈറ്റിൽ. ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വെബ്സൈറ്റിലും ഓരോ ടൈറ്റിൽസ് കാണും. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും നമ്മുടെ ടൈറ്റിൽ എന്താണെന്ന്. ഇവിടെ കണ്ടില്ലേ, നമ്മൾ എന്താണോ അവിടെ എഴുതുന്നത് നമുക്ക് ടൈറ്റിലായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് എഴുതണമെങ്കിലും കുറച്ച് ടാഗും കാര്യങ്ങളൊക്കെ കാണില്ലേ. നമുക്കിപ്പം ഒരു വെബ്സൈറ്റിന് ഒരു ഹെഡിങ് കൊടുക്കണം, അത് നമ്മൾ H1 ടാഗ് യൂസ് ചെയ്യും. നമുക്ക് ഹെഡിങ് 1 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീൻ എടുത്ത് നോക്കിയാൽ ഒരു വലിയൊരു ഹെഡിങ് കിട്ടി. ഇനി ഇതിൻ്റെ ഹെഡിങ്ങിൻ്റെ സൈസ് കുറയ്ക്കണം. അപ്പം ഹെഡിങ് ടാഗ് തന്നെ ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട്. 6 കൈൻഡ് ഓഫ് ടാഗ് ഉണ്ട്, H1, H2, H3, H4, H5, H6 വരെ. അപ്പം നോർമലി H1 ആയിരിക്കും കൂടുതൽ സൈസുള്ള ടാഗും H6 ആയിരിക്കും ഏറ്റവും സൈസ് കുറഞ്ഞ ടാഗും. ഇപ്പോൾ കണ്ടില്ലേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് H ടാഗ്സിന് ഓരോ സൈസ്. ഇതിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിനോ അല്ല വെബ് ആപ്പിനോ എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ എനിക്ക് അതല്ല വേണ്ട, എനിക്കൊരു നീളമുള്ളൊരു പാരഗ്രാഫാണ് വേണ്ടെങ്കിൽ നമ്മൾ പാരഗ്രാഫിന് വേണ്ടി P ടാഗ് യൂസ് ചെയ്യും. ഒരു കണ്ടന്റ് എടുത്ത് നോക്കിയാൽ കണ്ടില്ലേ P ടാഗിലെ കണ്ടന്റ്സ് അല്ലെങ്കിൽ പാരഗ്രാഫ്സ് വേണമെങ്കിൽ നമ്മൾ P ടാഗ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഈവൻ നമുക്കൊരു ബട്ടൺ വേണമെങ്കിൽ നമ്മൾ ബട്ടൺ ടാഗ് യൂസ് ചെയ്യും. അങ്ങനെ ഓരോന്നിനും ഓരോ കൈൻഡ് ഓഫ് ടാഗ്സും കാര്യങ്ങൾ കാണും. ഈവൻ ഇമേജിനാണെങ്കിൽ ഇമേജ് ടാഗ് കാണും. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാഗ് ഉണ്ട്. വീഡിയോയ്ക്ക് വീഡിയോ ടാഗ്, ലൈക്ക് ദാറ്റ് സോ മെനി ഓഫ് ടാഗ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇമേജ് ടാഗിൻ്റെ കാര്യം പറഞ്ഞു, അതെങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് SRC എന്ന് പറയുന്ന ഒരു സാധനം കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ നമ്മുടെ ഇമേജിൻ്റെ ലിങ്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഗൂഗിളിൽ ചെന്ന് ഇഷ്ടമുള്ളൊരു ഇമേജ് എടുത്ത് അതിനകത്ത് ഇമേജിൻ്റെ കോപ്പി അഡ്രസ്സ് ചെയ്തു, ജസ്റ്റ് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ വെബ് പേജ് നമുക്ക് കാണാം ആ ഇമേജ് ഡിസ്പ്ലേ ആയിരിക്കണം. ഇപ്പം ഈ കണ്ടൻസ് ഫുള്ള് കണ്ടില്ലേ, ഇതെല്ലാം കണ്ടപ്പോഴും ഓക്കെ കാര്യങ്ങളെല്ലാം ഉണ്ട്, ബട്ട് അത് ഒരിക്കലും ഒരു നല്ലൊരു സ്ട്രക്ചറിലല്ല, നല്ലൊരു ഡിസൈൻ ഇല്ല, കാര്യങ്ങളില്ല. അതിൻ്റെ ഒരു ലാക്ക്നെസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CSS നമ്മൾ യൂസ് ചെയ്യണത്. നമ്മുടെ ഏത് വെബ്സൈറ്റ് ആയിക്കോട്ടെ വെബ് പേജ് ആയിക്കോട്ടെ അതിന് CSS യൂസ് ചെയ്ത് ഒരു ഡിസൈനിൽ പകരം നമ്മളൊരു ലൈഫാണ് അതിന് കൊടുക്കണേ. CSS നമ്മുടെ HTML5 CSS നമുക്ക് 3 ടൈപ്പിൽ നമ്മുടെ HTML ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ടൈപ്പ് നമുക്ക് ഹെഡിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്തിട്ട് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുത്താൽ നമ്മുടെ വെബ് പേജിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് നമുക്ക് ഈവൻ നമുക്ക് ആ ലൈനിലും കൊടുക്കാൻ പറ്റും. നമ്മളിപ്പം പാരഗ്രാഫിന് കൊടുക്കുക, ഒരു ബ്രൗൺ കളർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈവൻ ലൈനിലും എഴുതാൻ പറ്റും. കണ്ടില്ലേ ഇവിടെ മാറി വന്നത്. ഇത് മാത്രമല്ല മൂന്നാമത് ഒരു മെത്തേഡ് കൂടെ ഉണ്ട്, നമുക്കൊരു ഫയലായിട്ട് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ കോഡ് കൂടുതൽ മെസ്സി ആക്കണ്ട എന്നൊരു രീതി ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്റ്റേണൽ ഫയൽ യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്കിത് ഇഷ്ടമായില്ല, എനിക്കൊരു ബ്ലാക്ക് മതി ബാക്ക്ഗ്രൗണ്ട് കളറെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ എക്സ്റ്റേണലായിട്ട് ചെയ്യുമ്പോൾ നമ്മളത് ലിങ്ക് ചെയ്യണം നമ്മുടെ CSS HTML ആയിട്ട്. കാരണം ഇത് രണ്ടും ഡിഫറെൻറ്റ് ഫയൽസ് അല്ലേ. അപ്പോൾ ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിങ്ക് ടാബ് യൂസ് ചെയ്യും. അതിനകത്ത് ഈ href എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നമ്മുടെ
ആ ഫയലിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കണ്ടേ. കണ്ടില്ലേ, ./ അടിച്ചാൽ നമുക്ക് എന്തൊക്കെ ഫയൽസ് ആണോ ആ ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള ആ ഫയൽസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതിനകത്ത് ഏത് ഫയലാണോ നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തുന്നത് അത് നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ഇതാണ് ഒരു ബേസിക് HTML CSS കാര്യങ്ങളെല്ലാം. കണ്ടില്ലേ, ജസ്റ്റ് ഒരു ബ്ലാങ്ക് ആയിട്ട് കിടന്ന വൈറ്റ് സ്ക്രീനിനെ നമ്മൾ ജസ്റ്റ് ഒരു ലിറ്റിൽ ടൈമിൽ നമ്മൾ എങ്ങനെ അതിനെ കുറച്ചുകൂടെ ഡിസൈൻ ഒരു ലൈഫ് കൊടുത്ത് കണ്ടില്ലേ. ഇതാണ് ജസ്റ്റ് ഭയങ്കര ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ വരും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കോഡിങ് എപ്പോഴും. നമ്മളൊരു സാധനത്തിന് ലൈഫാണ് കൊടുക്കുക. സോ ഇതാണ് നമ്മളൊരു ബേസിക് HTML CSS എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ ഡീപ്പായിട്ട് പഠിക്കും എങ്ങനെ ബട്ടൺ ക്ലിക്കൊക്കെ ആവും, അങ്ങനത്തെ ലോജിക്സ് എങ്ങനെ വർക്ക് ചെയ്യും. അതെല്ലാം പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ മേളിലോട്ട് കയറുന്നത്. ലൈക്ക് ഇത്രയും ഒരു ബേസിക് പഠിച്ചുമ്പോൾ തന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഫ്രണ്ട് എൻഡ് പാർട്ടും മനസ്സിലായി, ബാക്ക് എൻഡ് പാർട്ടും മനസ്സിലായി. നമ്മൾ മേളിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതൊരു ടൈപ്പിലുള്ള വെബ് ആപ്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈവൻ അഡ്മിൻ ഡാഷ്ബോർഡ് തൊട്ട് ലോജിക് പേജ്, അതുപോലെ തന്നെ ഫുഡ് ഓർഡറിങ് വെബ്സൈറ്റ്സ്, അങ്ങനെ ഏത് വെബ്സൈറ്റ്സും ഏത് ടൈപ്പുള്ള വെബ്സൈറ്റ്സും നമുക്ക് മേളിൽ യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും.